ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ റമദാൻ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനിങ്ങനെ ക്യാമറയിൽ നോക്കുമ്പോൾ എൻ്റെ മുഖം പറ്റ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു 30 നോമ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന്. 2 നോമ്പായപ്പോൾ ഇങ്ങനെ. അപ്പോൾ ഞാനിന്നിങ്ങനെ ഓർത്ത് എന്തുണ്ടാക്കുന്ന സ്പെഷ്യലായിരുന്നു. ആർഭാടങ്ങളൊന്നുമില്ല, എന്താ പറയുക, സിമ്പിളായിട്ടുള്ള നോമ്പ് ഇത്രയാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ മാതളം കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മാതളത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവെല്ലാം ഞാൻ ഒരു ജാറിലിട്ടതിന് ശേഷം പാലൊഴിച്ച് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇടുകയാണ്. അപ്പോൾ പാല് കുറച്ചുകൂടി കട്ടി വേണം കേട്ടോ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കട്ടി ആവാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. ഐസ്ക്രീം എനിക്ക് ഇങ്ങനത്തെ ഐസ്ക്രീമാണ് ഇവിടെ കടയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ചോക്ലേറ്റൊക്കെ മാറ്റിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം കേട്ടോ. ഒന്നും കൂടെ കട്ടി വേണം കേട്ടോ നമ്മുടെ ഈ പാല്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐസ്ക്രീം മേടിച്ചതുകൊണ്ട് ഗുണമുണ്ട്, നല്ല ഗാർണിഷ് ചെയ്യാൻ പറ്റി. പിന്നെ കുറച്ച് മാതളം കൂടി ഇട്ട് സെറ്റാക്കി കേട്ടോ. അപ്പോൾ നമ്മളെ നോമ്പ് തുറക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ സാധനങ്ങളൊന്നുമില്ലയെന്ന്. അപ്പോൾ ഈത്തപ്പഴം ഉണ്ട് നോമ്പ് തുറക്കാൻ, പിന്നെ നാരങ്ങ വെള്ളം, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ മാതളത്തിൻ്റെ ഷേക്ക് കേട്ടോ. അപ്പോൾ ബാക്കി ഫ്രൂട്ട്സായിട്ട് മുന്തിരി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, തണ്ണിമത്തനുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ നോമ്പ് തുറക്കാൻ പോവാണ്. പിന്നെ എണ്ണക്കടി കാര്യങ്ങളൊന്നുമില്ല, ഇല്ല ഇവിടെ. അപ്പം ജോലിക്ക് പോയേക്കുവാണ്. അപ്പോൾ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ, പിള്ളേർക്ക് നോമ്പില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ മതിയല്ലോ, കുറേ ആർഭാടങ്ങൾ ഉണ്ടാക്കിയിട്ടും വെച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ തന്നെ കഴിക്കുമ്പോഴത്തേനും നമ്മളെ വയറ് നിറയും. പിന്നെ ആരെ കാണിക്കാൻ ആർഭാടങ്ങളൊക്കെ, നോമ്പ് നോൽക്കുന്നതിലാണ് കാര്യം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ ഷേക്ക് കുടിച്ച് നോക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പുറകിൽ അടിപൊളിയായിരുന്നു, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഷേക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇടിയപ്പം പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയിരുന്നു. അപ്പം എന്തോ മുട്ട ഇടിയപ്പത്തിൻ്റെ അടുത്ത് നിൽക്കുന്നില്ല, മുട്ടക്ക് എന്തോ ഇടിയപ്പത്തിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുകൊണ്ട്. പത്തിരി ആയിരുന്നെങ്കിൽ നിന്നേനെ. അപ്പോൾ ഞാൻ അപ്പോൾ കഴിക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായി, തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു മുട്ടക്കറിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ നോമ്പ് റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.